ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കം നമ്മൾ തുടരുകയാണ്. നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ഈസ്റ്റർ ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഉത്ഥാന തിരുനാളിൻ്റെ എല്ലാവിധ നന്മകൾ, ദൈവാനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് നേരുകയും ചെയ്യുന്നു. നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം അടിസ്ഥാന തിന്മകളിൽ ഒന്നായ അസൂയയെക്കുറിച്ചാണ്. ഈ അസൂയ വേരോടെ പിഴുതെറിയാൻ നമുക്ക് സാധിച്ചാൽ ദൈവകരുണയുടെ സമൃദ്ധി നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. ഉത്ഥാന തിരുനാളിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. ഒന്നാമത്തെ കാര്യം, സത്യം സഹിക്കേണ്ടി വന്നാലും സത്യം വിജയം വരിക്കും എന്നുള്ളതാണ് ഉത്ഥാന തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, യേശു തന്നെ പറഞ്ഞൊരു കാര്യമാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. ഈ സത്യം എത്രമാത്രം സഹിച്ചു എന്നുള്ളത് ഈ വലിയ വാരത്തിൽ നമ്മൾ ധ്യാനിച്ച ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഉത്ഥാന തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, സത്യം സഹിക്കേണ്ടി വരുമെങ്കിലും സത്യം വിജയം വരിക്കും. അതാണ് ഉത്ഥിതനായ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്ത് ജീവിക്കേണ്ട ഒരു യാഥാർത്ഥ്യം. രണ്ടാമതൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഈ ഉത്ഥാന തിരുനാളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ ശൂന്യമായ കല്ലറ നമുക്കറിയാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:30 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നാം യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നു, എന്നാൽ പിതാവ് അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. പിതാവായ ദൈവമാണ് യേശുവിനെ ഉയർപ്പിച്ചത്. അതിന് കാരണം നമുക്കറിയാം, യേശു കുരിശു മരണത്തോളം അനുസരണമുള്ളവനായി മാറി. ഫിലിപ്പിയർ 2-ാം അധ്യായം 8-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന യാഥാർത്ഥ്യം അതാണ്. കുരിശു മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവനാണ് യേശു ക്രിസ്തു. അതിനുള്ള പ്രതിഫലം പിതാവായ ദൈവം അവന് നൽകിയതാണ്. മരിച്ചവരിൽ നിന്നും അവനെ ഉയർപ്പിച്ചു എന്നുള്ള ആ യാഥാർത്ഥ്യം. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഉത്ഥാന തിരുനാളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ മനസ്സിലേക്ക് വരേണ്ടത്, യേശു മരണത്തിന് വിധിക്കപ്പെടാൻ കാരണം കുറേയേറെ ആളുകളുടെ സ്വാർത്ഥതയും അസൂയയുമാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. മത്തായി 27:18 വായിച്ചാൽ പീലാത്തോസിന് പോലും മനസ്സിലായ ഒരു കാര്യം, യേശു മരണത്തിനേൽപ്പിക്കപ്പെട്ടതിൻ്റെ പിന്നിലെ ഛേദോ വികാരം എന്ന് പറയുന്നത് പലരുടെയും അസൂയായിരുന്നു. അസൂയ, അവർക്ക് അവൻ്റെ മേലുണ്ടായിരുന്ന അസൂയ, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ. അതുകൊണ്ടാണ് യാക്കോബ് 3:16 നമ്മൾ വായിക്കുന്നുണ്ട്, എവിടെ അസൂയയും സ്വാർത്ഥമോഹങ്ങളും ഉണ്ടോ അവിടെ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും ക്രമക്കേടുകളും ഉണ്ടാകും. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്, ഏതെല്ലാം വിധത്തിലുള്ള ക്രമക്കേടുകൾ, ദുഷ്കർമ്മങ്ങൾ അവിടെ സംഭവിച്ചു. കാരണം കുറേ വ്യക്തികളുടെ സ്വാർത്ഥതയും അസൂയയുമാണ്. പറയുണ്ട്, ഈ അസൂയ വേരോടെ നമ്മൾ പിഴുതെറിയണം, അതല്ല എങ്കിൽ അത് നമ്മെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അസൂയ ക്രൂരമാണ് എന്നുള്ളത്, അത് ദൈവകരുണയ്ക്ക് തടസ്സമാണ് എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില വചനഭാഗങ്ങൾ നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. ഉത്തമഗീതം 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, അസൂയ ശവക്കുഴി പോലെ ക്രൂരമാണ്. അസൂയ ശവക്കുഴി പോലെ ക്രൂരം എന്ന് പറയുമ്പോൾ ഈ അസൂയ മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നാശം, നഷ്ടം എത്ര ഭീമമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സുഭാഷിതങ്ങൾ 14:30 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അസൂയ അസ്ഥികളെപ്പോലും ജീർണിപ്പിക്കാൻ ശക്തിയുള്ളതാണ്. ചിലരുടെ അസൂയ യേശുവിൻ്റെ അവർ പീഡാസഹനം കുരിശുമരണത്തിൽ എത്തിച്ചു എങ്കിൽ
നമ്മിൽ അസൂയ കിടന്നാൽ, അസൂയയുടെ വേരോടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതേതെല്ലാം വിധത്തിലുള്ള നാശം നമ്മിലും മറ്റുള്ളവരിലും കൊണ്ടുവരും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അസൂയ അസ്ഥികളെപ്പോലും ജീർണിപ്പിക്കാൻ ശക്തിയുള്ളതാണ്. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹം അസൂയപ്പെടുന്നില്ല. എങ്കിൽ അസൂയ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന് കിട്ടേണ്ട സ്ഥാനം കിട്ടിയിട്ടില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. 1 കൊരിന്ത്യർ 14 അധ്യായം ആദ്യ വചനം തന്നെ പറയുന്നുണ്ട്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നെങ്കിൽ നമുക്ക് അസൂയപ്പെടാൻ നമുക്ക് പറ്റില്ല. അസൂയയുടെ വേര് നമ്മളിൽ നിന്നും നാം പിഴുതെറിയും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. യാക്കോബ് 2 അധ്യായം 13 വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും. എപ്പോഴാണ് നമ്മൾ കാരുണ്യരഹിതരായി മാറുക? സ്വാർത്ഥതയും അസൂയയും നമ്മിൽ വേരുവാകി അടിയുറയ്ക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കരുണ സ്വീകരിക്കാനോ കരുണ കൊടുക്കാനോ സാധിച്ചെന്ന് വരില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. വെളിപാട് പുസ്തകം 3 അധ്യായം 19 വചനം എടുക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, തീഷ്ണമതികളാവുക, അനുദപിക്കുക. നാം തീഷ്ണമതികളല്ലെങ്കിൽ അനുദപിക്കാൻ ദൈവം നമ്മെ വിളിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, അപ്പസ്തോലന്മാർ 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. തീഷ്ണമതികളായിരുന്നത് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഒരുപക്ഷെ 12 ലക്ഷം ക്രിസ്ത്യാനികൾ നോക്കിയാലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ അവരെ പോലെ നമ്മൾ തീഷ്ണമതികളായിട്ട് മാറണം. അതുകൊണ്ടാണ് റോമാലേഖനം 12 അധ്യായത്തിൻ്റെ 11 വചനം പറയുന്നുണ്ട്, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകം ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ നൊവേനയിൽ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അഭിഷേകം കൈവരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. 2 തീമോത്തി 1 അധ്യായത്തിൻ്റെ 6 വചനം പറയുന്നുണ്ട്, എൻ്റെ കൈവപ്പ് വഴി നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഉത്ഥിതനായ കർത്താവ്, ആ കർത്താവുമായിട്ട് നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തിയാൽ നിശ്ചയമായും നമ്മുടെ ഈ അഭിഷേകമുള്ളവരായി മാറാൻ ആഗ്രഹിക്കും. മാത്രമല്ല 2 കൊരിന്ത്യർ 5 അധ്യായം 15 മുതൽ 17 വരെ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാടുപീഡ സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തു. എന്തിനു വേണ്ടി? ഇനിയുള്ള കാലം നാം നമുക്ക് വേണ്ടി ജീവിക്കാതെ അവന് വേണ്ടി ജീവിക്കേണ്ടതിന്. ഈ ഒരു ദൈവിക ചിന്ത മനസ്സിൽ നിന്ന് മറയാതെ മായാതെ ആ ഒരു ചിന്തയിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിശബ്ദതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നൊവേന പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഭക്തിയും തീക്ഷ്ണതയും വിശ്വസ്തതയും എല്ലാ വിശ്വാസികളിലും വളർന്നു വരുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്ന് ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ. സഹതാപനിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. അവിടെ നിന്നകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുത്. സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീക്ഷ്ണമായി ജ്വലിച്ചുകൊണ്ടിരുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. നിത്യനായ പിതാവേ, വിശ്വാസികളുടെ ആത്മാക്കളുടെ മേൽ കരുണാർദ്രമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ. അവർ അങ്ങയുടെ പുത്രൻ്റെ അനന്തരാവകാശികളാണല്ലോ. അങ്ങേ പുത്രൻ്റെ കഠിന പീഡകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ. അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങനെ അവർ അങ്ങയോടുള്ള സ്നേഹത്തിൽ പരാജയപ്പെടാതിരിക്കട്ടെ. അങ്ങയിലുള്ള പരിശുദ്ധമായ വിശ്വാസത്താൽ അവർ ഉറച്ചു നിൽക്കട്ടെ.
സ്വർഗത്തിലുള്ള എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം അങ്ങയുടെ അളവില്ലാത്ത കരുണയെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്കിടയാകട്ടെ. ആമേൻ. സമാപന പ്രാർത്ഥനയ്ക്ക് മുമ്പായി ഒരു പ്രത്യേക നിയോഗത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ. ദയാപൂർവം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ. കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ നൊവേനയിൽ പങ്കുചേർന്ന് വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.